അപ്പോൾ ദേ കിടക്കണ സാധനമില്ലേ അങ്ങനെ വീട്ടിൽ മേടിക്കാറില്ല കേട്ടോ. നല്ല പൊന്നുവില ആയതുകൊണ്ട് തന്നെ അധികം വീട്ടിൽ മേടിക്കാത്തൊരു മീനാണ് കേട്ടോ ഇത്. നമ്മുടെ മത്തിയാണ്. അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു തന്നാൽ നമുക്ക് മീൻ പിര വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഇതേപോലെ തിരുമ്മിയിട്ട് ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. അതിന് ശേഷം ഒരു 5-6 ചെറിയുള്ളി കുനുകുനാന്നരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മമാരായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അളവും കാര്യങ്ങളൊന്നുമില്ല. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു തരി ഉലുവ, അതായത് ഒരു പിഞ്ച് ഉലുവ പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ ആ പുളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻകുട്ടന്മാരില്ലേ ഇതിലേക്ക് തട്ടി കൊടുക്കാമേ. മീൻ ഉടയാത്ത രീതിയിൽ അരപ്പും മീനും കൂടിയിട്ട് നല്ല രീതിയിൽ വീണ്ടും ഇളക്കി കൊടുക്കുക കേട്ടോ. മീൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് പരുവാക്കിയിട്ട് വെക്കാം. ശേഷമല്ലേ നിങ്ങൾ ഗ്യാസ്മേലാണെങ്കിൽ ഗ്യാസ്മേൽ വയ്ക്കുക, അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ വയ്ക്കുക. എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും അടുപ്പിലാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേപോലെ ആവും. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ചോറും മുരിങ്ങയുടെ ഇലക്കറിയും പിന്നെ മീൻ പീരയും പിന്നെ കുറച്ച് അച്ചാറും കൂടി എടുത്ത് ഞാൻ നല്ല തട്ടിട്ടോ.